ഈ വഖഫ് ബില്ലിൻ്റെ ചർച്ചയിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുവാൻ തയ്യാറായ ആ കക്ഷികളെയും അവരുടെ എം പിമാരെയും എല്ലാം നമ്മളൊന്ന് അഭിവാദ്യം ചെയ്യുക. എല്ലാവരും ഒന്ന് കൈ ഉയർത്തി അവർക്ക് അഭിവാദ്യം ചെയ്യുക. പാർലമെന്റിൽ നമ്മളവിടെ ശബ്ദമുയർത്തിയോ എന്നുള്ളതാണ് ചരിത്രം, അതാണ് ഉറ്റുനോക്കുന്നത്. ഇത്രയ്ക്കേറെ എതിർപ്പിന് വിധേയമായിട്ടുള്ള മറ്റു ബില്ലൊന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം കേന്ദ്ര സർക്കാർ ഇപ്പോൾ അടുത്ത കാലത്തായി കൊടുത്ത കുറേ ബില്ലുകൾ, അതിൽ മുസ്ലിം വിരുദ്ധ ബില്ലുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ മറവിൽ വർഗീയതയെ അടിച്ചേൽപ്പിക്കുന്ന ബില്ലാണ്. പൗരത്വ ബില്ല് അങ്ങനെയാണ്, മുത്തലാഖ് ബില്ലുണ്ട്, ഏക സിവിൽ കോഡുണ്ട്. അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിൽ മുസ്ലിം വിരുദ്ധ വികാരങ്ങൾക്ക് വിടുന്നുണ്ട് എന്നതുപോലെ തന്നെ അവിടെ അതിൻ്റെ മറവിൽ വർഗീയതയും ജനങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണ സഭയായി നമ്മുടെ പാർലമെന്റിനെ അധപതിപ്പിക്കുവാനാണ് നിർഭാഗ്യവശാൽ മോദി ഗവൺമെന്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്.